ഹായ്, കുറച്ച് ദിവസം മുമ്പ് ഒരു വിധി വന്നിട്ടുണ്ട്, ഹൈക്കോടതിൻ്റെ വിധി. അതായത് ട്രാൻസ് ദമ്പതികൾക്ക് കുട്ടികളെ സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്ന് രേഖപ്പെടുത്തേണ്ട, പകരം രക്ഷിതാവ് എന്ന് രേഖപ്പെടുത്തിയാൽ മതി എന്നൊരു വിധിയായിരുന്നു. ആ വിധി താൽക്കാലികം ആശ്വാസമുള്ളൊരു വിധി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പൂർണ്ണമായിട്ട് അതൊരു സന്തോഷം നൽകുന്നൊരു വിധിയായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ട്രാൻസ്മെൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയിൽ നിന്ന് പുരുഷനായി മാറിയ ആൾ, ട്രാൻസ് വുമൻ എന്ന പുരുഷൻ നിന്ന് സ്ത്രീയായിട്ട് മാറിയ ആൾ, രണ്ടുപേരും കൺവേർട്ടഡ് ആയിട്ട് മാറിയ ആൾക്കാരാണ്. അവരെ ആണായിട്ടും പെണ്ണായിട്ടും കാണേണ്ടത് സമൂഹമാണ്, അതുപോലെ സ്റ്റേറ്റാണ്, കൺട്രിയാണ്. കോടതിയുടെ വിധി പ്രകാരം ഞാൻ എന്താണ് പറയുന്നത് അതാണ് എൻ്റെ ജെൻഡർ. എന്നെ മെയിലായിട്ട് കാണണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണണം. നമ്മളെന്താണ് പറയുന്നത് അത് അംഗീകരിക്കണം. അതല്ലെങ്കിൽ തെറ്റാണ്. എല്ലാ രീതിയിലും റൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 14, 15, 19, 21 എല്ലാ റൈറ്റ്സും കൊടുക്കുന്നുണ്ട്. അത് നോക്കുകയാണെങ്കിൽ കേരള ഹൈക്കോർട്ടിൻ്റെ ഒരു മാച്ചിങ്ങും ഇല്ല. അവർ തന്ന വിധി സമാധാനമുണ്ട്, തൽക്കാലം സമാധാനമാണ്. കാരണം പണ്ടത്തെ ആ വിധി സഹദിനെ പെണ്ണായിട്ടും, അതായത് അമ്മയായിട്ടും സിയെ അച്ഛനായിട്ടും കണ്ടൊരു വിധിയായിരുന്നു. അതിന് തൽക്കാലം സമാധാനം കിട്ടിയെന്നേ പറയാൻ പറ്റുള്ളൂ. ഇത് ഗേ അല്ലെങ്കിൽ ലെസ്ബിയനോ ബൈനറി ആൾക്കാർക്ക് ആണ് സത്യം പറഞ്ഞാൽ ഈ വിധി യൂസ്ഫുൾ ആവുകയുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. കാരണം അവർ ഒരു കുട്ടി എടുക്കുമ്പോൾ, അല്ലെങ്കിൽ കുട്ടി അഡോപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ രീതിയിൽ കുട്ടി ഉണ്ടാക്കുമ്പോൾ, കുട്ടി ആയാൽ അവർക്കിത് ഓക്കെയാണ്. ട്രാൻസ്മെൻ എന്ന വ്യക്തിയോ ട്രാൻസ് വുമൺ എന്ന വ്യക്തിയോ ഇതിൽ ഹാപ്പിനെസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അച്ഛൻ എന്നറിയപ്പെടാനും, പുരുഷനായിട്ട് പരിഗണിക്കപ്പെടാനും, അതുപോലെ തിരിച്ച് സ്ത്രീയായിട്ട് അറിയപ്പെടാനും, അതുപോലെ അമ്മയായിട്ട് പരിഗണിക്കപ്പെടാനും ആഗ്രഹിക്കുന്നവരാണ് ട്രാൻസ്ജെൻഡർ ആളുകൾ. അപ്പോൾ അവർക്കിത് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഇതിൽ ചിന്തിക്കുക. എനിക്ക് ഒട്ടും ഇത് സാറ്റിസ്ഫൈഡ് അല്ല. ഞാനിത് താൽക്കാലിക ആശ്വാസം എന്ന് എനിക്ക് വിധിയിൽ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ വീണ്ടും മോഡിഫിക്കേഷൻ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്ര തന്നെ. ഇതിൻ്റെ മാർക്ക് റേറ്റിംഗ് കൊടുക്കുന്നത് 1 ആണ്, 5-ൽ 1. ഓക്കെ ഗൈസ്, ബൈ.